ലോൺലിനെസ് സ്ട്രഗിൾസ് ടു ഗെറ്റ് ഓവർ. നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും പങ്കിടാനായിട്ട് ഒരാൾ വേണം. അല്ലെങ്കിൽ സ്ട്രഗിളാണ് ഈ ഒറ്റപ്പെടലിനെ അതിജീവിക്കുക എന്നുള്ളത്. ഒറ്റയ്ക്കാവുക എന്നുള്ളത് ഒരു ഒറ്റയാൾ പോരാട്ടമായിട്ട് എനിക്ക് തോന്നുന്നു. പണ്ടത്തെ കാലഘട്ടത്തിൽ ഫിസിക്കൽ ഇൽനെസ് ആണ് ഒരു മനുഷ്യനെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് എങ്കിൽ ഇപ്പോൾ ഏകാന്തതയാണ്, ഒറ്റപ്പെടലാണ്. ആരെങ്കിലും വേണം നമുക്ക് കൂട്ടായിട്ട് എന്ന് കരുതുന്നവരാണ് ഒരു 95% ആൾക്കാരും, അല്ലേ? ആരെങ്കിലും വേണം നമ്മളുടെ വികാരങ്ങളെ, നമ്മുടെ ഇമോഷൻസിനെ, ഫീലിങ്സിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ചുറ്റും ഒരാൾ വേണം. അല്ലെങ്കിൽ നമ്മൾ തികച്ചും ഒറ്റയാണ്. നമ്മൾ ഒറ്റപ്പെടുത്തുന്ന സന്ദർഭങ്ങള്, നമ്മൾ ഒറ്റപ്പെടേണ്ടി വരുന്ന സന്ദർഭങ്ങൾ, ഇതിനൊക്കെ അതിജീവിക്കുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഒരു മനുഷ്യന്. സത്യം പറഞ്ഞാൽ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ പോലത്തെ അവസ്ഥയാണ് പലപ്പോഴും പലരുടെയും മനസ്സിലും. കൂടുതലായിട്ട് നമ്മളപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സോഷ്യലൈസ് ചെയ്യാൻ ശ്രമിക്കും. വേണം എന്ന് വെച്ചിട്ട് സോഷ്യലൈസ് ചെയ്യാൻ ശ്രമിക്കും. ആളുകളോട് മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ പല ആളുകളെയും തേടി കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് ഓൺലൈനായിട്ടും സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കണ്ടുപിടിച്ച് ചാറ്റ് ചെയ്യാൻ ശ്രമിക്കും. എന്തിന്? ഈ ഒറ്റപ്പെടലിൽ നിന്ന് ഒന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മളുടെ സെയിം ഇമോഷണൽ സ്റ്റാറ്റസോ അല്ലെങ്കിൽ നമ്മുടെ സെയിം ആയിട്ടുള്ള വികാരങ്ങളോ ഫീലിങ്സോ മനസ്സിലാക്കാൻ പറ്റിയ ആളുകളാവില്ല. അപ്പം അവിടെ ഒരു സോഷ്യൽ ആങ്സൈറ്റി ഫോം ചെയ്യും. വേണ്ടായിരുന്നില്ല ഇയാളുടെ അടുത്ത് പോയി വർത്താനം പറയുന്നത് എന്നുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവും. അപ്പൊ എന്തുണ്ടായി? ഈ ഒറ്റപ്പെടലായിട്ട് ഏറ്റവും പ്രശ്നമായി നമ്മൾ ഈ പ്രശ്നങ്ങൾ പങ്കുവെക്കുന്ന ആളുകളുടെ അടുത്ത് പ്രശ്നങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇയാൾ എന്തിനാ എന്നോട് ഇങ്ങനെ പറഞ്ഞ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഞാൻ ഇതൊന്നും ഓവർ ഷെയർ ചെയ്യേണ്ടിയിരുന്നില്ല. അപ്പോൾ ബെറ്റർ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഏറ്റവും ഭേദം, ആരുടെ അടുത്ത് ഒന്നും പറയാണ്ടിരിക്കുകയായിരുന്നു എന്ന് തോന്നും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക. നമ്മൾ എന്തായാലും ഒറ്റപ്പെട്ടിരിക്കുകയാണ്, നമ്മൾ കഷ്ടപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ നമുക്കറിയാം. അപ്പം നമ്മൾ സമാധാനിപ്പിക്കുന്ന ആൾക്കാരുമായിട്ട് കുറച്ച് കമ്പനിയാവുക. അല്ലാതെ നമ്മൾ ഈ ഒറ്റപ്പെടുന്നു എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് ആണല്ലോ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ, എനിക്കിതൊന്നും ഗെറ്റ് ഓവർ ചെയ്യാൻ പറ്റണില്ല, ഒരു ചാൻസ് പോലും ഇല്ല. ഇപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് കുറേ ആൾക്കാരെ കണ്ടുപിടിച്ച് ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കി ഈ ഒരു ആ ഒരു സമൂഹം തന്നെ നമ്മളെ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു കണക്ഷൻസ് തന്നെ നമുക്ക് ബുദ്ധിമുട്ടാവണം. കൂടുതൽ ആങ്സൈറ്റി ഉണ്ടാക്കുക വെച്ചാൽ ജസ്റ്റ് കട്ട് ഓഫ് ഇറ്റ്, അതിനെ അവിടെ നിർത്തുക. എന്നിട്ട് നമുക്ക് ആരാണോ കുറച്ച് സന്തോഷം അല്ലെങ്കിൽ കംഫർട്ട് തരുന്നത് അതിലേക്ക് പോവുക. ഒരു നമ്മളുടെ തന്നെ ആക്ടിവിറ്റീസിലൂടെ നമ്മൾ സന്തോഷം കണ്ടെത്തും. പക്ഷെ ഒറ്റയ്ക്കാവുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഒരു ആക്ടിവിറ്റി പോലും ചെയ്യാൻ തോന്നില്ല. ബിക്കോസ് നമ്മൾ ആ ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ ഞാൻ നല്ല എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ജോലിയൊക്കെ ഉപേക്ഷിച്ചിരിക്കേണ്ടി വന്നപ്പോൾ എൻ്റെ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് ഡെയിലി ഒരു 50-60 കൂടി വന്ന ഒരു 200 ആൾക്കാരെ മീറ്റ് ചെയ്തിരുന്നു. ആൾക്കാരെന്ന് പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. പക്ഷെ അവിടെ നിന്ന് പെട്ടെന്ന് ജോലി റിസൈൻ ചെയ്ത് ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഇറ്റ്സ് വെരി 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 ഡിഫിക്കൽട്ട് ഫോർ മീ. ഞാൻ ആരെയും കാണുന്നില്ല. അപ്പോൾ അവിടെ ഒരു ആങ്സൈറ്റി ഫോം ചെയ്യുന്നു. ആൻഡ് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളത്, എപ്പോഴും ചിയർഫുള്ളായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരു റൂമിൽ സിറ്റുവേഷൻ കാരണം അടച്ചിട്ടിരിക്കേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഓവർ. അത് എന്നെപ്പോലെ ഏതെങ്കിലും സിറ്റുവേഷനിൽ കൂടി കടന്നുപോയ ആളുകൾക്കാണെങ്കിൽ മനസ്സിലാവും. അല്ലെങ്കിൽ ആൾക്കാർക്ക് തോന്നും, ഹാ അവൾക്കെല്ലാം ഉണ്ടല്ലോ, അവനെല്ലാം ഉണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം എന്നുള്ളത്. അത് ഇപ്പോൾ ഒരു നമ്മൾ കേട്ടിട്ടില്ലേ, കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്നുള്ളത്. അപ്പോൾ ശരിക്കുള്ള ലൈൻ ഞാൻ പറയുന്നില്ല. അപ്പം നമ്മൾ ഒരു സ്വർണ്ണക്കൂട്ടിൽ അകപ്പെട്ടാലും ബന്ധനം എന്നുള്ളത് ഇമോഷണലി ആയാലും ഫിസിക്കലി ആയാലും ബന്ധനം ബന്ധനം തന്നെയാണ്. നമ്മളുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സിന്, നമ്മുടെ എക്സ്പ്രഷന്, നമ്മുടെ ആക്ഷൻസിനെ എല്ലാം കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് കുറേ വർത്താനം പറയാൻ ഇഷ്ടമാണ്. കുറേയൊക്കെ എക്സ്ട്രോവേർട്സിന് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. കാരണം നമ്മൾ ഭക്ഷണം വിശപ്പിന് കഴിക്കണതും അല്ലാതെ ചിലവർക്ക് ഒറ്റയ്ക്കിരുന്ന് കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. പക്ഷെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുമിച്ചിരുന്ന് ചിരിച്ച് വർത്താനം പറഞ്ഞിരുന്ന് കഴിക്കാനാണ് ഇഷ്ടം. അതൊരു ഫാമിലി ബോണ്ടിങ്ങിൻ്റെ ഭാഗമാവാം, ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമാവാം. അങ്ങനെ ആസ്വദിക്കുന്ന ആളുകളുമുണ്ട്. ചിലർക്കാണെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചാലേ സന്തോഷമാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കാക്കക്കൂട്ടങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അവരിങ്ങനെ കലവില കലവിലാന്ന് വർത്താനം പറഞ്ഞ്, അല്ലേ, അങ്ങനെയൊക്കെയാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ജീവികളെയും കണ്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ 2 തരം ആളുകളുമുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുള്ള ആളുകൾ പറയും, ആ ഇതൊക്കെ എന്താ ഇത്ര വലിയ വിഷയമാണോ എന്നുള്ളത്. പക്ഷേ പലരും പറയുന്ന പോലെ തന്നെ അനുഭവിക്കുന്നവർക്കേ ആ അവസ്ഥ മനസ്സിലാകൂ എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന്
നമ്മൾ സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രോവേർട്സ് തന്നെയാണ്. ഇനി സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോയി കുറച്ച് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാമെന്ന് വെച്ചു, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് റിലേഷൻഷിപ്സ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിലും വലിയ മണ്ടത്തരമായിരിക്കും. നമ്മളുടെ കുറേ സമയമുണ്ടല്ലോ, നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സമയം ഇപ്പോൾ കൂടുതലായിട്ടും നമ്മൾ ഓൺലൈനിൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. പണ്ട് നമ്മൾ എന്തെങ്കിലും ക്രോഷറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്തിട്ടോ നമ്മൾ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ജസ്റ്റ് റീൽസ് കണ്ട് 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 അല്ലെങ്കിൽ ഷോർട്സ് കണ്ട് കുറേ സമയം നമ്മുടെ പോകുന്നുണ്ട്. എവിടെയാണ് നമ്മുടെ സമയം പോകുന്നത്, ആരാണ് നമ്മുടെ സമയം മോഷ്ടിക്കുന്നത് എന്ന് പോലും നമുക്ക് കാര്യമായിട്ട് അറിയില്ല. കാരണം ബിക്കോസ് വി ആർ നോട്ട് അവെയർ ഓഫ് ദാറ്റ്. നമ്മൾ ആ ഒരു ഫ്ലോവിനൊപ്പം പോവാണ്. കാരണം എന്താ? നമുക്ക് ആ ഒറ്റപ്പെടലിന്റെ വേദനയിൽ നിന്ന്, നമുക്ക് ആ ഒരു ഇമോഷനിൽ നിന്ന് രക്ഷപ്പെടണം. എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നോട് വർത്താനം പറയാൻ ആരുമില്ല എന്ന് ചിന്തിച്ച് മനസ്സ് മടുത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടാവും. വേറൊരു ഭാഗത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് നമ്മളെ ചില നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ തന്നെ നമ്മളെ ഒറ്റപ്പെടുത്തും. എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടായിട്ട്. അപ്പോൾ ഈ ഒറ്റപ്പെടുത്തുമ്പോൾ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ, ഒറ്റപ്പെടുത്തുന്ന ആൾക്കാർക്ക് എളുപ്പമാണ്. പക്ഷേ ഈ ഒറ്റപ്പെട്ട് പോകുന്ന ആ ആളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയാളെ കേൾക്കാൻ ആരുമില്ല, അയാളെ മനസ്സിലാക്കാൻ ആരുമില്ല. അപ്പം നമ്മളെന്ത് ചെയ്യും? നമ്മളെ കേൾക്കാൻ ഉള്ള ആളുകൾ ചിലപ്പോൾ പ്രിട്ടൻഡ് ചെയ്യായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഓവർ ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ പറഞ്ഞു തരുന്ന മാർഗ്ഗങ്ങൾ ഭയങ്കര ദുർഘടമായിരിക്കും. നമ്മൾ വിചാരിച്ച പോലെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഒന്നും പോകണമെന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല മനുഷ്യരുടെ ഇൻ്റലിജൻസ് ലെവലും നമ്മൾ മനസ്സിലാക്കുന്ന ലെവലും വ്യത്യാസമായിരിക്കും. ചില റിലേഷൻഷിപ്പ് നമ്മൾ ഫേക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എവിടെയാണ്, ആരാണ് നമ്മുടെ അടുത്ത് കറക്റ്റായിട്ട് നമ്മളെ സമാധാനിപ്പിക്കുന്നത്, ആരാണ് ജെനുവിൻ എന്ന് പോലും മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു. ഒറ്റപ്പെടലിൻ്റെ ജോലിയുടെ ഒരു കാര്യം, അതെൻ്റെ എക്സ്പീരിയൻസ് തന്നെ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം റിലേഷൻഷിപ്സ് ബ്രേക്ക് ആകുമ്പോഴുള്ള കാര്യം. റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുകയാണ് അല്ലേ. നല്ലൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കുകയാണ്, എല്ലാം നമ്മളെപ്പറ്റി മനസ്സിലാക്കുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ഒരു പെട്ടെന്ന് ഒരു ഇതുമില്ലാണ്ട് ഒരു ചെറിയ ഒരു ഹിൻഡ് പോലും തരാണ്ട് അയാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നടക്കുകയാണ് എങ്കിൽ അപ്പോഴും നമ്മൾ തീർത്തും ഒറ്റപ്പെടുന്ന അവസ്ഥ തന്നെയാണ്. അത് മനസ്സിലാക്കാൻ ആർക്കും പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ സ്ട്രഗിൾസിന് മാറാൻ വേണ്ടി പല കാര്യങ്ങളും സ്വീകരിക്കും. അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും നമ്മളെ മനസ്സിലാക്കണമെന്നില്ല, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഇൻട്രോവേർട്സ് ഓൾറെഡി അങ്ങനെയാണ്. അവർ ഒറ്റപ്പെട്ടിരിക്കാനും ആ ലോൺലിനെസ് അല്ലെങ്കിൽ ആ സോളിറ്റ്യൂഡ് എൻജോയ് ചെയ്യുന്ന ആളാണ്. ഞാൻ പണ്ട്, വളരെ പണ്ട് പണ്ട് ധാരാളം കവിതയൊക്കെ എഴുതിയിരിക്കുന്ന സമയത്ത് ഐ ലവ് സോളിറ്റ്യൂഡ്. ആ സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പോഴാണ് കൂടുതൽ ഭാവന വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ കൂടുതൽ ആലോചിക്കുമ്പോൾ ഇപ്പോഴത്തെ അതെന്ന് വെച്ചാൽ എവല്യൂഷൻ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, അയാളുടെ സ്വഭാവത്തിൽ, അയാളുടെ ലൈഫിൽ ഒക്കെ അയാൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ടോക്കിംഗ് അല്ലെങ്കിൽ ലെക്ചറിങ് അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ വിത്ത് പീപ്പിൾ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ എക്സ്ട്രോവേർട്ടായി പോയി. അപ്പോൾ ഒരു ഇൻട്രോവേർട്ട് എന്നുള്ള സിറ്റുവേഷനിൽ നിന്ന് ഞാൻ ആളുകളെ തേടി നടന്ന് എന്താ പറയുക, ആളുകളുമായി ഇൻട്രാക്ട് ചെയ്ത് പെട്ടെന്ന് അതിനൊക്കെ ഒരു ബ്രേക്ക് വരികയാണ്. പിന്നെ ഞാൻ ഈ മരുഭൂമിയിൽ അകപ്പെട്ട ഒരു മനുഷ്യൻ്റെ അവസ്ഥയായി. ആരും എന്നോട് വർത്താനം പറയുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലായി പോയി. പിന്നെ വീണ്ടും കവിതകളും കഥകളൊക്കെ എഴുതാൻ തുടങ്ങി. പിന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നെ കേൾക്കാൻ ഒരുപാട് മനുഷ്യരുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ വിഷമിച്ചിരിക്കല്ല വേണ്ടത്, നമ്മളെ കേൾക്കാൻ ആരൊക്കെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ബി സ്ട്രോങ്. നമ്മളെ ഇപ്പോൾ ഈ ആൾ കേട്ടില്ല, മറ്റാൾ കേട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കണം. നമ്മളെ കേൾക്കാൻ അനേകം കോടി കോടി മനുഷ്യർ ലോകത്തുണ്ട്. സോ ഒന്നിലും പാനിക്കാവരുത്, ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കരുത്. നമ്മളെ കേൾക്കാൻ ആരുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത്തരം ആളുകൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുക. അപ്പോൾ ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും കൂടെയുണ്ട്. ഒറ്റപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള എന്തെങ്കിലും സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഡു മെസ്സേജ് മീ, ഡു കമൻറ്റ് മീ. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത.